everyone, welcome back to our new session. This is Sutarma, your history teacher. ന്യൂ സെഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും അല്ലെ. കുറേ ന്യൂ സെഷൻസിലൂടെ കടന്നു പോയവരാണ് നമ്മൾ. ഇനി എന്താണ് പുതിയതായിട്ടുള്ളത്? യെസ്, പുതിയതായിട്ട് മറ്റൊരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ബിക്കോസ് എക്സാം ഒക്കെ അടുക്കാറായി. ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഇതേ ഏകദേശം തുടങ്ങാനുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തിനുള്ള ഓട്ടത്തിലായിരിക്കും? നമുക്ക് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചില സബ്ജക്റ്റിൽ നിന്നും പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ട്. കാരണം എക്സാം ആണ്. അപ്പൊ സ്വതവേ നമ്മുടെ പിള്ളേരുടെ അടുത്ത് നിന്ന് നമുക്ക് വരാവുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റ് എന്താണെന്നറിയോ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് മിസ്സേ, അതൊന്ന് പറഞ്ഞു തരുമോ? അല്ലെങ്കിൽ ഏത് ഭാഗം പഠിച്ചാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ സാധിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. എന്നാ പിന്നെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞങ്ങൾ അങ്ങോട്ട് തന്നാൽ പ്രശ്നം തീർന്നില്ലേ? അതിനു വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത്. And once again let me introduce, this is Sudharma, your history teacher. അപ്പൊ നമുക്കറിയാം NIOSന്റെ +2 എന്ന് പറയുന്ന ഈ +2 ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റ് കുറച്ച് വലിയ അല്ലെങ്കിൽ വളരെയധികം കൂടുതൽ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുള്ള ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഒരു പേപ്പറാണ്. അതിങ്ങനെ പഠിച്ച് വരുമ്പോൾ ആകെ കൂടെ പിള്ളേർക്ക് കൺഫ്യൂസ് ആവാറുണ്ട്. ചില ആളുകൾ ചില ടിപ്സ് ഒക്കെ വെച്ച് പഠിക്കുമെങ്കിലും നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ +2 ഹിസ്റ്ററി NIOS +2 ഹിസ്റ്ററി പേപ്പറിൽ അവരുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒരു പ്രൊഡിക്ഷൻ വീഡിയോ പോലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? സബ്ജക്റ്റ് മറക്കണ്ട, +2കാരുടെ ഹിസ്റ്ററി. ഈ ഹിസ്റ്ററിയിൽ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട സമയത്ത് ഫോക്കസ് കൊടുക്കേണ്ട പാഠഭാഗങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഹിസ്റ്ററിയുടെ ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് സ്വതവേ എക്സാമിന്റെ പാറ്റേണിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇയർ മുതൽ. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിന് നമുക്ക് സെക്ഷൻ A, B, C എന്നിങ്ങനെ 3 കാറ്റഗറിയിൽ പ്രധാനമായിട്ടും തരം തിരിച്ചിട്ടുണ്ട്. എന്തായാലും ആദ്യം ഞാൻ നിങ്ങൾക്ക് സെക്ഷൻ എയിൽ 1 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറയുന്നു. അത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് എഴുതൊന്നും വേണ്ട, 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസറും നിങ്ങൾക്ക് 1 വേർഡ് ആയിട്ട് മാത്രം എഴുതിയാൽ മതി. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതിൽ ചോയ്സസ് ഉണ്ടായിരിക്കും, ഒന്നിലധികം അല്ലെ, മോർ ദാൻ 3 അല്ലെങ്കിൽ 4 ചോയ്സസ് ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ എടുത്ത് എഴുതണം. അപ്പോൾ ചോദ്യം 1 മുതൽ 20 വരെ അത്തരത്തിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ക്യാരിയിങ് 2 മാർക്ക്. 2 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. അത് എന്ത് വേണമെങ്കിലും വരാം. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഏകദേശം അതുപോലെ അസേർഷൻ ആൻഡ് റീസൺ അല്ല, അത് വിട്ടോ, ഇനി കൺഫ്യൂഷൻ ആവണ്ട. ചിലപ്പോൾ 4-5 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഇതിൽ ട്രൂ ഓർ ഫോൾസ് അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് തരും, 2 സ്ഥലത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. അങ്ങനെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഏകദേശം 21 മുതൽ 30 വരെ നിങ്ങൾക്ക് സെക്ഷൻ എയിൽ ഉണ്ടായിരിക്കാം. ഇനി സെക്ഷൻ ബിയില് ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 36 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ വരെ ഉണ്ടാകും. അപ്പൊ ഈ 36 മുതൽ 41 വരെയുള്ള ചോദ്യങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ നേരത്തെ പഠിച്ച പോലെ സബ്ജക്റ്റീവ് ടൈപ്പോ MCQ ടൈപ്പോ ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, മറിച്ച് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കാം. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഏകദേശം 30 മുതൽ 50 വേർഡ്സിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ എഴുതിയിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് കാറ്റഗറി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആദ്യത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യന് പകരം മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തേത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തേത് ഏതാണ്? വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. 30 മുതൽ 50 വേർഡ്സിലായിട്ട് നിങ്ങൾ ആൻസർ എഴുതിയിരിക്കണം. ഇനി സെക്ഷൻ ബിയിലാണ് ഈ പറയുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ. ആ സെക്ഷൻ ബിയിൽ മറ്റ് 42 മുതൽ 47 വരെ വരുന്ന മറ്റു ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ മാർക്കിൽ വ്യത്യാസം ഉണ്ടല്ലോ. മാർക്ക് 2 മാർക്കിൽ നിന്ന് മാറി 3 മാർക്കാണ് ഓരോ ചോദ്യത്തിന്റെയും ഉത്തരങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ദെൻ 48 മുതൽ 50 വരെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 5 മാർക്കാണ്. നമ്മൾ ഈ essay ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയുന്ന പോലെ 80 മുതൽ 120
ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക്, അല്ല ക്വസ്റ്റ്യൻസ് അല്ല, 80 മുതൽ 120 വരെയുള്ള വേർഡ്സിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ആൻസർ, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പ്രധാനമായിട്ടും നൽകേണ്ടത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 51 എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കാണ് അതിന് ഉണ്ടായിരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ട ഒരു പാറ്റേൺ അല്ല NIOSിലുള്ളത്. അതിന് വളരെ കൃത്യമായിട്ടൊരു പാറ്റേൺ ഇതിന്റെ ബോർഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. സോ വി വിൽ ബി ഫോളോയിങ് ത്രൂ ദി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. Then നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. Then we will having like short answer type question. അത് 2 മാർക്കിന്റെയും അതേപോലെ തന്നെ 3 മാർക്കിന്റെയും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ. അപ്പൊ അതോടുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ NIOS എക്സാം നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തായാലും മിസ് കൂടുതൽ ഡയലോഗ് അടിക്കുന്നില്ല, നിങ്ങൾ ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. നമ്മൾ 10 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ ആദ്യത്തെ പാറ്റേണിൽ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, കാരണം 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഹു വാസ് ദി ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം who visited Western India during the reign of Chandragupta II? അപ്പോ ചന്ദ്രഗുപ്ത രണ്ടാമൻ എന്ന് പറയുന്ന ഈ ഒരു രാജാവിന്റെ കാലഘട്ടത്തില് ഇന്ത്യ സന്ദർശിച്ചിരുന്ന ചൈനീസ് സഞ്ചാരി ആരാണ്? ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഓൾറെഡി മിസ് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ ഒന്ന് കളർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആൻസർ ആരാണ്? ഫാഹിയാൻ ആണ് റൈറ്റ് ആൻസർ. സോ ഫാഹിയാൻ, ഹുയാൻ സാങ് ആൻഡ് ഓൾസോ ദി ഐസിങ്, ദെൻ മാർക്കോ പോളോ. ഓക്കെ, അപ്പോ ഇത്രയും ആളുകളാണ് നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുള്ളത്. ബട്ട് യു നോ ദ ആൻസർ, ദാറ്റ് ഇസ് ഫാഹിയാൻ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തില് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആയിരുന്നു ആര്? ഫാഹിയാൻ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മിസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസ് ഒന്നും ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വരാം അല്ലെ? അപ്പൊ ഹുയാൻ സാങ് ആരുടെ കാലഘട്ടത്തിലാണ്? മാർക്കോ പോളോ. ഇവര് 2 പേരെയും ബേസ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സ്വതവേ വരാറുണ്ട്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പോയിന്റ്സ് കൂടെ പഠിച്ചു വെച്ചാൽ ആ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം ഹുയാൻ സാങ്. ആരാണ് ഹുയാൻ സാങ്? ഹുയാൻ സാങ് വാസ് എ ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം. അദ്ദേഹം ഒരു ചൈനക്കാരനായിരുന്നു, ഒരു ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആയിരുന്നു. അദ്ദേഹവും ഫാഹിയാനെ പോലെ തന്നെ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെ ഭരണകാലഘട്ടത്തിലാണ്? കിങ് ഹർഷവർദ്ധന. വർദ്ധന ഡൈനാസ്റ്റിയിലെ രാജാവായ ഹർഷവർദ്ധനന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്നത്. ആൻഡ് ഹർഷവർദ്ധന വാസ് ദി റൂളർ ഓഫ് ദ പുഷ്യപതി ഡൈനാസ്റ്റി ഇൻ 7th century. പുഷ്യപതി ഡൈനാസ്റ്റിയിലെ ഇപ്പം പുഷ്യപതി ഡൈനാസ്റ്റിയിലെ റൂളർ ആയിരുന്നു ആര്? ഹർഷവർദ്ധന. അപ്പോ ഒന്നുകൂടെ ഞാൻ പറയാണ്, കിങ് ആയിട്ടുള്ള ഹർഷവർദ്ധനന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആയിരുന്നു ആര്? ഹുയാൻ സാങ്. സെഞ്ചുറി ഏകദേശം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, 7th century. സോ ഫാഹിയാൻ ഈസ് ഈക്വൽ ടു ചന്ദ്രഗുപ്ത സെക്കൻഡ് അല്ലെ? അതേപോലെ തന്നെ ഹർഷവർദ്ധന അല്ലെങ്കിൽ ഹുയാൻ സാങ് ഈസ് ഈക്വൽ ടു ആരാണ്? ഹർഷവർദ്ധന. ഇനി മാർക്കോ പോളോ. മാർക്കോ പോളോ എന്ന് പറയുന്നത് ചൈനീസുകാരനൊന്നുമല്ല, അദ്ദേഹം ഒരു വെനീഷ്യൻ മെർച്ചന്റ് ആയിരുന്നു, ഒരു എക്സ്പ്ലോറർ ആയിരുന്നു. അദ്ദേഹം ഹു വിസിറ്റഡ് സൗത്ത് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ സദേൺ ഭാഗമാണ് അദ്ദേഹം വിസിറ്റ് ചെയ്തിരുന്നത്. സ്പെസിഫിക്കലി കോറമെന്റൽ ആൻഡ് മലബാർ കോസ്റ്റ്, പ്രൈമർലി ദ പാണ്ഡ്യ കിങ്ഡം. സൗത്ത് ഇന്ത്യയിലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ പാണ്ഡ്യ രാജ്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും വിസിറ്റ് ചെയ്തിരുന്നത്. ആൻഡ് yes, Pandya on his journey from China around 12,092 to 12,094. 1294 മുതൽ 94 വരെ, 1292 മുതൽ 1294 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ചൈനയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ് മാർക്കോ പോളോ ഇന്ത്യ സന്ദർശിച്ചിരുന്നത്. ഓക്കെ, അപ്പോ ഹർഷവർദ്ധനന്റെ കാലഘട്ടത്തില് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരി ആരായിരുന്നു? നമുക്കറിയാം, ആരാണ്?
ഹുയാൻസാങ്. എന്നാൽ ചന്ദ്രഗുപ്ത, ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ കാലഘട്ടത്തില് ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. അല്ല, ഭരണാധികാരിയല്ല, മറിച്ച് ചൈനീസ് സഞ്ചാരിയായിരുന്നു. ആര്? ഫാഹിയാൻ. അടുത്തത് ആരാണ്? അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Who established Shunga dynasty in North India? നോർത്ത് ഇന്ത്യയിൽ ശുംഗ ഡൈനാസ്റ്റി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ആരാണ് സ്ഥാപിച്ചിരിക്കുന്നത്? മിസ് ഇവിടെ അതിന്റെ ആൻസർ കളർ ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. പുഷ്യമിത്ര അല്ലെ, പുഷ്യമിത്രയാണ് ശുംഗ ഡൈനാസ്റ്റി നോർത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടെത്തിയത് അല്ലെങ്കിൽ സ്ഥാപിച്ചത്. അപ്പൊ നോക്കൂ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഉണ്ട്. വസുദേവ, അശോക, ബിന്ദുസാർ. എന്തായാലും ഇത്രയും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവർ ഏതൊക്കെയോ ഡൈനാസ്റ്റിയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് അവരെ കുറച്ചുകൂടി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കാം. ബിക്കോസ് അവരിൽ നിന്നും ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വന്നാല് നമുക്ക് എഴുതാൻ പറ്റണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ആരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ശുംഗ ഡൈനാസ്റ്റി സ്ഥാപിച്ചിരിക്കുന്ന അവസാനത്തെ മൗര്യ രാജാവിന്റെ അദ്ദേഹത്തിന്റെ സൈന്യാധിപനായിരുന്ന പുഷ്യമിത്ര ശുംഗനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹം അവസാനത്തെ മൗര്യ രാജാവിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ പുഷ്യമിത്ര ശുംഗൻ വധിക്കുകയും തുടർന്ന് അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ സ്വന്തം രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് ശുംഗ രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. The last Mauryan king was killed by his commander in chief Pushyamitra Shunga, who then established his own dynasty in North India. It came to be known as Shunga dynasty. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ശുംഗ ഡൈനാസ്റ്റി. അപ്പൊ പുഷ്യമിത്ര ശുംഗൻ. ഓക്കെ, മറ്റൊരു ഓപ്ഷൻ വസുദേവ അല്ലെ, വസുദേവ ഫസ്റ്റ് എന്ന് പറയുന്ന റൂളർ ആണ്. He ruled during a period of both territorial expansion and internal conflict for the Kushan Empire. കുഷാൻ എംപയറിൽ അല്ലെ, കുഷാന സാമ്രാജ്യത്തിന്റെ പ്രാദേശിക വികാസത്തിന്റെയും ആഭ്യന്തര സംഘർഷത്തിന്റെയും കാലഘട്ടത്തിലാണ് വസുദേവൻ ഒന്നാമൻ ഭരിച്ചത്. അപ്പോ കുഷാന സാമ്രാജ്യത്തിലെ റൂളർ ആയിരുന്നു ആര്? വസുദേവൻ എന്ന് മനസ്സിലാക്കി. ഇനി അശോക ചക്രവർത്തിയെ അറിയാത്തവരായിട്ട് ആരാണുള്ളത് അല്ലെ? അശോക ചക്രവർത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൗര്യ സാമ്രാജ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിരുന്നു അശോക ദി ഗ്രേറ്റ്. Ashoka the Great was the third king of Mauryan Empire and best known for his അദ്ദേഹം ഒരു ആ വാറിൽ നിന്നും അദ്ദേഹം പിന്നീട് ഒരുപാട് എന്തായിട്ടുണ്ട്? ബോധവാനായിട്ട് ഒരുപാട് ബോധോദയം വന്ന് ഇനി ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന തീരുമാനത്തിലേക്കൊക്കെ എത്തി. അത് ഏതായിരുന്നു? കലിംഗ വാർ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഹി ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് ധമ്മ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അദ്ദേഹം ഫോളോ ചെയ്യുകയുണ്ടായി. മൗര്യ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായിരുന്നു മഹാനായ അശോകൻ. യുദ്ധത്യാഗം, ധർമ്മസങ്കല്പത്തിന്റെ വികസനം, അതായത് ഒരു ബുദ്ധമതത്തിന്റെ പ്രചാരണം എന്നിവയിലൂടെയാണ് അദ്ദേഹം ഏറ്റവും പ്രശസ്തനായത്. അപ്പോ അശോക ചക്രവർത്തിയെയും വസുദേവനെ കുറിച്ചിട്ടും ഒക്കെ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇനി ബിന്ദുസാര നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടായിരുന്ന മറ്റൊരു ടേം ആയിരുന്നു, ഒരാളുടെ പേരായിരുന്നു ബിന്ദുസാര. അദ്ദേഹം he was the second emperor of the Mauryan dynasty of ancient India. പ്രാചീന കാലഘട്ടത്തിലെ മൗര്യ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ എംപറർ ആയിരുന്നു, റൂളർ ആയിരുന്നു ആര്? ബിന്ദുസാര. The ancient Greco-Roman writers referred to him as the Amithrochates or the Alithrochates. അതൊന്ന് നോക്കണം. Amithrochates എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ Alithrochates എന്ന പേരിൽ അറിയപ്പെടുന്ന റൂളർ ആരാണ് എന്ന ചോദ്യമൊക്കെ പൊതുവെ വരാറുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ രാജാവായ ബിന്ദുസാരനാണ് ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അതും ആൻഷ്യന്റ് ഗ്രീക്കോ റോമൻ റൈറ്റേഴ്സ് ആണ് അദ്ദേഹത്തിനെ ഈ പേരുകളിൽ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ MCQ ടൈപ്പിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. നെയിം ദ ഇന്ത്യൻ ലീഡർ ഹു ഇൻട്രൊഡ്യൂസ് ദി ഗണപതി ഫെസ്റ്റിവൽ.
ഓക്കെ. അപ്പൊ ഇന്ത്യൻ നാഷണലിസം എന്നൊക്കെ പറയുന്ന നമുക്ക് പഠിക്കാനുള്ള നാഷണലിസം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. ഗണപതി ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ നേതാവിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് ബാലഗംഗാധർ തിലക്, മഹാത്മാഗാന്ധി, ദയാനന്ദ സരസ്വതി ആൻഡ് ഡോക്ടർ വിവേകാനന്ദ്. അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാം. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബാലഗംഗാധർ തിലക്, മഹാത്മാഗാന്ധി, ദയാനന്ദ സരസ്വതി ആൻഡ് വിവേകാനന്ദ്. ചോയ്സ് ക്വസ്റ്റ്യന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിലുള്ള മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ആ ചോദ്യം എന്താണ്? നെയിം ദി ഇന്ത്യൻ ലീഡർ ഹു ഇൻട്രൊഡ്യൂസ് ദി ഗണപതി ഫെസ്റ്റിവൽ. ഗണപതി ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യൻ നേതാവിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോ ഇവിടെ ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. എ ബാലഗംഗാധർ തിലക്, ബി മഹാത്മാഗാന്ധി, സി ദയാനന്ദ സരസ്വതി, ഡി വിവേകാനന്ദ്. അപ്പൊ ആൻസർ മിസ് ഇവിടെ കളർ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? That is ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലക് ആണ് റൈറ്റ് ആൻസർ. സോ ബാലഗംഗാധര തിലക് ആണ് ആക്ച്വലി ഈ ഒരു ഗണപതി ഉത്സവം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. ഗണപതി ഉത്സവത്തെ വലിയ തോതിലുള്ള ഒരു പൊതു സാമൂഹിക പരിപാടിയാക്കി പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ മാറ്റിയതും ജനപ്രിയമാക്കിയതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ലോകമാന്യ ബാലഗംഗാധര തിലകായിരുന്നു. അപ്പൊ ബാലഗംഗാധര തിലക് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലോകമാന്യ. അപ്പൊ അതൊന്നും ഒരു ചോദ്യം വരും അല്ലെ. ഇപ്പൊ ചോദിക്കാം, നെയിം ദ ലീഡർ ഹൂ ഈസ് നോൺ ആസ് ലോകമാന്യ എന്നിട്ട് കുറെ ഓപ്ഷൻസ് തരും, ഒരു 4 ഓപ്ഷൻസ്. അപ്പൊ അതൊന്ന് നമുക്ക് ഈ ഒരു ഫാക്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ബാലഗംഗാധര തിലകാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ലോകമാന്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതില് ഇപ്പൊ മിസ് ഓൾറെഡി നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു. പിന്നെ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് മിസ് തന്നിരിക്കുന്നത് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയും ചോദ്യം വരും. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്താ? ഒരു സെന്റൻസ് തന്നിട്ട് അതിലൊരു ഭാഗം വിട്ടിട്ടുണ്ടാവും, നമ്മൾ അത് ഫില്ല് ചെയ്യണം. സോ ദ ഏർലി വേദിക് ആര്യൻസ് lived in the areas known as dash, meaning the area of 7 rivers. അപ്പൊ അവിടെ ഒരു ബ്ലാങ്ക് വന്നു അല്ലെ. ആ ബ്ലാങ്ക് നമ്മൾ എന്ത് ചെയ്യാ? ഇതാണ് ആ ബ്ലാങ്ക് ഏരിയ, അത് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പൊ ആദ്യ കാലഘട്ടത്തിലെ ആര്യന്മാര് ഇന്ത്യയില് എവിടെ വന്നിട്ടാണ് താമസം ഉറപ്പിച്ചത്, എവിടെ വന്നാണ് താമസിച്ചത് എന്നായിരിക്കും ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ മിസ് ആസ് യൂഷ്വൽ ഇവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ ആൻസർ? സപ്ത സിന്ധു എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ആര്യന്മാര് വന്ന് താമസമാക്കിയത്. ഇതേ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ദ മെയിൻ പ്രൊഫഷൻ ഓഫ് ഏർലി വേദിക് ആര്യൻസ് വാസ്. ഏർലി വേദിക് ആദ്യ കാലഘട്ടത്തിലെ ആര്യന്മാര് ജീവിച്ചിരുന്നത് എന്ത് ജോലി ചെയ്തിട്ടാണ്? അപ്പൊ കാറ്റിൽ റെയറിംഗ്. ഇതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അവര് കന്നുകാലികളെ വളർത്തി ജീവിച്ചിരുന്നവരായിരുന്നു. അപ്പൊ ഈ ഒരു ആര്യൻസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പൊതുവെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവരുടെ ഒരു ജീവിത രീതി, അവരുടെ ഒരു സൊസൈറ്റി എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിരിക്കും. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ ഒരു 2 മാർക്കിനുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഒരു ചോദ്യത്തിൽ തന്നെ 2 ബ്ലാങ്ക് സ്പേസസ് വരുന്നുണ്ട്, കണ്ടോ? അപ്പൊ ഇതിനുള്ള ഉത്തരം നമ്മൾ എഴുതണം. ഇതിൽ നമുക്ക് ചോയ്സസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ടൈപ്പ് ക്വസ്റ്റ്യൻ, ദ സബ്സിഡറി അലയൻസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്ലാങ്ക് ആൻഡ് ബ്ലാങ്ക് വാസ് ദി ഫസ്റ്റ് ടു ജോയിൻ ദ സബ്സിഡറി അലയൻസ് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യയിലെ രാജാക്കന്മാരെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് അവര് കൊണ്ടുവന്ന ഒരു സമ്പ്രദായമായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. അപ്പൊ ഇവിടെ ചോദ്യം എന്താ? സബ്സിഡറി അലയൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. അപ്പൊ ആദ്യം ദ സബ്സിഡറി അലയൻസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് വെല്ലസ്ലി. വെല്ലസ്ലി പ്രഭുവാണ് സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു ബ്ലാങ്ക്, എന്നിട്ട് പറയുന്നു വാസ് ദ ഫസ്റ്റ് ടു ജോയിൻ ദ സബ്സിഡറി അലയൻസ് സിസ്റ്റം. അപ്പൊ ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യത്തിന്റെ പേരാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഏത് നാട്ടുരാജ്യമാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഒരു സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥയുടെ
ഭാഗമായി മാറിയത്? ആരാണ്? ഹൈദരാബാദിലെ നിസാം. ആരാണ്? ഹൈദരാബാദിലെ നിസാമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ച സബ്സിഡറി അലയൻസിന്റെ ഭാഗമായിട്ട് മാറിയത്. ക്ലിയർ അല്ലേ? ഇത്തരത്തിലുള്ള ചോദ്യവും ചോദിക്കാം. ഓക്കെ, നേരിട്ടുള്ള എന്തുകൊണ്ടാണ് ഈ ഒരു സബ്സിഡറി അലയൻസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചത്? അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചാൽ 2 മാർക്കിന്റെ ചോദ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമായിട്ടുള്ള ഒരു ഫാക്ട് കൂടെ മിസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. സബ്സിഡറി അലയൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വെല്ലസ്ലി പ്രഭുവാണ് അവതരിപ്പിച്ചത് എന്നും ഹൈദരാബാദിലെ നിസാമാണ് ഇതിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് എന്നും നമുക്ക് പറയാം. അതിനോടൊപ്പം തന്നെ 2 പോയിന്റ്സ് കൂടെ ആഡ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ സബ്സിഡറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ എന്ന ഒരു രീതി അവതരിപ്പിച്ചത്? നേരിട്ടുള്ള യുദ്ധത്തിന്റെ ചെലവും അപകട സാധ്യതയും കൂടാതെ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാക്കുക. ഇന്ത്യയിലുള്ള നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതുവഴി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പരമാധികാരം സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രാഥമിക ലക്ഷ്യം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പരമാധികാരം സ്ഥാപിച്ചെടുക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് അവര് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. സോ ദ പ്രൈമറി ഗോൾ വാസ് ടു ബ്രിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിത്തൗട്ട് ദ കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് ഡയറക്റ്റ് വാർഫെയർ, thereby establishing the company പാരാമൗണ്ടസി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കമ്പനിയുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവര് സബ്സിഡറി അലയൻസ് ഇന്ത്യയിൽ സ്ഥാപിച്ചത്. ഇനി 5ാമത്തത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആൻസർ എനി 2 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ചോദ്യം, ഒരു പാറ്റേൺ വരും. 3 ചോദ്യങ്ങൾ വരും. അതിന്ന് ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ചോദ്യം എന്താണ് നോക്കാം. അർത്ഥശാസ്ത്ര refers to how many limbs of the state? കാരണം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നിങ്ങൾ ഒരു മാർക്കിനുള്ള ഒരു എന്ത് എഴുതിയാൽ മതി? ഉത്തരം എഴുതിയാൽ മതി. അർത്ഥശാസ്ത്ര refers to how many limbs of the state? ഒരു രാഷ്ട്രത്തിന് എത്ര പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ട് എന്നാണ് അർത്ഥശാസ്ത്രം പറയുന്നത്. ഇതാണ് ആദ്യത്തെ ചോദ്യം. സോ ആൻസർ എന്താണ്? ഇവിടെ മിസ് ആൻസർ കൊടുത്തത് കണ്ടില്ലേ? The Ardhashastra refers to 7 limbs of the state which are collectively known as the Saptanga theory. സപ്താംഗ തിയറി അനുസരിച്ചിട്ട് 7 പ്രധാനപ്പെട്ട അവയവങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാം ഘടകങ്ങൾ എന്തിലുണ്ട്? അർത്ഥശാസ്ത്രത്തിലുണ്ട് എന്ന് പറയാൻ പറ്റും. 2ാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ബിക്കോസ് അർത്ഥശാസ്ത്രത്തിൽ നിന്ന് ചോദ്യം നിരന്തരമായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ 7 ലിംസ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചാണക്യന്റെ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ട്. So in historical accounts, Samudragupta is referred to as. ഇതാണ് 2ാമത്തെ ചോദ്യം. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ സമുദ്രഗുപ്തൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. സമുദ്രഗുപ്തനെ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നാണ് പ്രശസ്തമായി വിശേഷിപ്പിക്കുന്നത്. വെരി സിമ്പിൾ. ഇന്ത്യയുടെ നെപ്പോളിയൻ എന്നാണ് സമുദ്രഗുപ്തനെ പ്രശസ്തമായിട്ട് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ദ ടൈറ്റിൽ വാസ് bestowed upon him by the British historian Vincent A. Smith due to his extensive and successful military conquest. ഇന്ത്യൻ നെപ്പോളിയൻ എന്ന ഇദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചത് ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. ആ ബ്രിട്ടീഷ് ചരിത്രകാരന്റെ പേരാണ് വിൻസെന്റ് എ സ്മിത്ത്. കാരണം സമുദ്രഗുപ്തൻ ഒരുപാട് ആക്രമണങ്ങൾക്കും അധിനിവേശത്തിനും പ്രാധാന്യം നൽകിയ വ്യക്തിയായിരുന്നു. അലഹബാദ് സ്തംഭലിഖിതത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്ന വിപുലവും വിജയകരവുമായ സൈനിക വിജയങ്ങൾ
കാരണം ബ്രിട്ടീഷ് ചരിത്രകാരനായ വിൻസെന്റ് എ സ്മിത്ത് അദ്ദേഹത്തിന് ഈ പദവി നൽകുകയുണ്ടായി. ഏത് പദവിയാണ് നൽകിയത്? ഇന്ത്യൻ നെപ്പോളിയൻ അല്ലെ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ചരിത്രത്തിൽ സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ ഇനി നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാലോ. ആരാണ്? ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള വിൻസെന്റ് എ സ്മിത്ത്. ഓക്കെ, ഇനി നേരത്തെ ആ പറഞ്ഞ അഞ്ചാമത്തെ ചോദ്യത്തിൽ മൂന്നാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ദ കുഷാന കിങ്സ് കോൾഡ് ദംസെൽവ്സ്. കുഷാന രാജാക്കന്മാരെ ഏത് പേരിലാണ്? കുഷാന രാജാക്കന്മാര് പ്രധാനമായും സ്വയം ദേവപുത്രർ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോ the Kushana kings called themselves as Devaputra, the son of heaven എന്ന പേരിലാണ് കുഷാന രാജാക്കന്മാര് സ്വയം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് വൺ വേർഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരിക, അതായത് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ. ഇനി മിസ് നിങ്ങളിലേക്ക് എത്തുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത് ചിലപ്പം ഷോർട്ട് ആൻസർ ടൈപ്പ് ആവാം, വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ആവാം, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, സവിശേഷതകള് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാരപ്പൻ നഗരാസൂത്രണത്തിന്റെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്നും സ്വതവേ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒന്ന് ഹരപ്പൻ ടൗൺ പ്ലാനിങ്, ഹരപ്പൻ റിലീജിയനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, ഹരപ്പയുടെ 3 ഘട്ടങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, ഹരപ്പ തകരാനിടയായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് ചോദിക്കാം അല്ലെ. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ ഹരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, കാരണം ആ ഭാഗത്തു നിന്നൊക്കെ നിരന്തരം ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. എന്തായാലും ഹരപ്പൻ നഗരാസൂത്രണത്തിന്റെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മിസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ആൻസേഴ്സിൽ എന്തൊക്കെ ഉൾക്കൊള്ളിക്കാം? ഹരപ്പൻ നാഗരികതയിലെ ടൗൺ പ്ലാനിങ്, നഗരാസൂത്രണം അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ നഗരത്തിലെ വേരിയസ് ബിൽഡിംഗ് കാണാൻ പറ്റുമായിരുന്നു, റോഡ് വേസും സ്ട്രീറ്റ്സും ഡ്രെയിനേജ് സിസ്റ്റം, അതായത് അഴുക്കുചാൽ സമ്പ്രദായം, ദ ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര, നോട്ട് കുളപ്പുര, ഇറ്റ്സ് കുളിപ്പുര, അങ്ങനെ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സും ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷനിൽ പ്രധാനമായിട്ടും കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പിന്നെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ടൗൺ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹരപ്പൻ സിവിലൈസേഷൻ ഓൾസോ നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ള പേരിലും ഹരപ്പൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഹരപ്പൻ സൈറ്റുകൾ പ്രധാനമായിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്നത് സിന്ധു നദിയുടെ താഴ്വരകളിൽ നിന്നായതുകൊണ്ട് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? ഹരപ്പൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ ഹരപ്പൻ നാഗരികതയുടെ നഗരാസൂത്രണം അതിന്റെ നാഗരികതയുടെ ഒരു പ്രധാന വശമായിട്ടാണ് കണക്കാക്കുന്നത്. അതിൽ വൈവിധ്യമാർന്ന കെട്ടിടങ്ങൾ, റോഡുകൾ, തെരുവുകൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, വലിയ കുളിമുറി, മറ്റു ഘടനകളും സവിശേഷതകളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹരപ്പൻ നാഗരികതയുടെ നഗരാസൂത്രണത്തെ കുറിച്ചുള്ള വിവരങ്ങളിൽ ഈ സവിശേഷതകളെല്ലാം നല്ല പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഹരപ്പൻ നാഗരികത സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെട്ടിരുന്നു. പിന്നീട് ഗ്രേറ്റ് ബാത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കാണപ്പെടുന്നത്? ഹാരപ്പയുടെ ഏത് നഗരത്തിൽ ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മോഹൻജദാരോ എന്നൊരു കോൺസെപ്റ്റ്, ആ ഒരു പ്ലേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്രിഡ് ബേസ്ഡ് ടൗൺ പ്ലാനിംഗ് സിസ്റ്റം ആയിരുന്നു ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് അല്ലെ. ഹാരപ്പൻ നാഗരികത ഉപയോഗിച്ചിരുന്ന ഗ്രിഡ് പാറ്റേൺ അതിന്റെ തെരുവുകളുടെയും പാതകളുടെയും ഏതാണ്ട് വലതു കോണിലുള്ള കവലകളിൽ ശ്രദ്ധേയമായിരുന്നു. ഇത് നഗരത്തെ നിരവധി ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളായിട്ട്, ഹാരപ്പൻ നഗരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. പിന്നെ ഈ നഗരങ്ങളൊക്കെ, ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഏതാണ്? ബേൺഡ് ബ്രിക്സ് ആയിരുന്നു, അതായത് ചുടു ഇഷ്ടികകൾ, കല്ലുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഹരപ്പൻ ജനതയ്ക്ക് പ്രത്യേകിച്ച് ഈ
കുളിപ്പുരയിലെ ഗ്രേറ്റ് ബാത്തിലൊക്കെ ഡിഫറെന്റ് ഡ്രസ്സിംഗ് റൂം, ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഡ്രസ്സിംഗ് റൂം ഒക്കെ അന്ത കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഹരപ്പൻ നഗരത്തിന്റെ മറ്റൊരു പ്രത്യേകത അവിടുത്തെ വലിയ ധാന്യപുരയായിരുന്നു. ദ ലാർജസ്റ്റ് ബിൽഡിംഗ് ഓഫ് മോഹൻജദാരോ. മോഹൻജദാരോയിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിൽ ഒന്നാണ് ഹരപ്പൻ ഗ്രാനറി. എനിവേ ഹരപ്പയിൽ ഏകദേശം 6-ലധികം ഗ്രാനറീസ് ഉണ്ടായിരുന്നു, ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഹരപ്പൻ ഭാഗത്ത് നിന്നും ഹരപ്പ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സൈറ്റായ ഹരപ്പനിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ നിരന്തരമായിട്ട് പ്രധാനമായിട്ടും ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഭാഗം നിർബന്ധമായിട്ടും ഒന്ന് നോക്കണം, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നീട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, കലയുടെ വളരെ വൈവിധ്യമാർന്ന ഒരു ശൈലി നൽകിയിരിക്കുന്ന ഒന്നാണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. അപ്പൊ അത് ഒന്ന് നോക്കി വെക്കാം നമുക്ക്. എന്താണ് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്? ഇപ്പൊ ഗാന്ധാര റീജിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പത്തെ പ്രസന്റ് ഡേ പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാനിലായിരുന്നെങ്കിലും ബുദ്ധിസ്റ്റ് കലാരൂപം വളരെ ഫേമസ് ആവുന്നതിന് കാരണമായിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു ഏത്? ഗാന്ധാര റീജിയൻ. ഓൾമോസ്റ്റ് ഒരു 1st സെഞ്ചുറി ആൻഡ് 5th സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഈ ഒരു ആർട്ട് ഫോം പ്രധാനമായിട്ടും നിലനിന്നിരുന്നത്. Therefore, this developed a form of art is known as ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്. ഓക്കെ, കാരണം ഇത് ഡെവലപ്പ് ചെയ്തത് ഈ പറയുന്ന ഗാന്ധാര മേഖലയിൽ വെച്ചായതുകൊണ്ടാണ്. ബുദ്ധിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ആർട്ട് ഫോം ആയിരുന്നു ഗാന്ധാര എന്ന് പറയുന്നത്. Actually, it formed as a reaction or a result of interaction between Greek culture introduced by Alexander the Great and his successors and the indigenous Buddhist culture. അപ്പോൾ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ വരേണ്ട 2 പോയിന്റ്, ഇത് രൂപം കൊണ്ടത് 2 പ്രധാനപ്പെട്ട സംസ്കാരത്തിന്റെ മിക്സിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഏതാണ് ആ 2 സംസ്കാരം? ഒന്ന് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഗ്രീക്കിൽ നിന്ന്, നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അദ്ദേഹം ഇന്ത്യ ആക്രമിച്ച് ഇന്ത്യയിലൊക്കെ എത്തിച്ചേർന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസും പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് കൾച്ചറും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഫോം ചെയ്ത ഒന്നാണ് ഇത്. As a result, Gandhara art often depicted as Buddha in Greco-Roman style, influenced by Hellenistic artistic convention. Hellenistic culture എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും എവിടെ ഫോം ചെയ്യുന്നതാണ്? ഗ്രീക്കിലൊക്കെ കണ്ടുവരുന്ന സംസ്കാരമാണ്. So this is why Buddha statues from Gandhara period are often portrayed with a characteristic reminiscent of Greek and Roman figures such as youthful Apollo-like face, wearing flowing garments and sometimes having wavy hair. അപ്പം hair. Okay, അപ്പൊ ഗാന്ധാര കലാവിദ്യാലയത്തിന്റെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭഗവാൻ ബുദ്ധനും ബോധിസത്വന്മാരുമായിരുന്നു. അത് നോട്ട് ചെയ്യുക. ഗാന്ധാര എന്ന് പറയുമ്പോൾ ബുദ്ധനെയും ബോധിസത്വന്മാരെയും നോട്ട് ചെയ്താൽ മതി. അവരായിരുന്നു ഗാന്ധാര ആർട്ടിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഗാന്ധാര ആർട്ട് അത് മഹായാന ബുദ്ധമതവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. തൽഫലമായി ഈ ശൈലി ആശയത്തിൽ ഇന്ത്യൻ ആയിരുന്നു, എന്നാൽ നിർവഹണത്തിൽ വിദേശമായിരുന്നു എന്ന് അനുമാനിക്കാൻ കഴിയും. ശരിക്കും ഗാന്ധാര ആർട്ട് 2 കൾച്ചർ മിക്സ് ചെയ്തിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്ന് ഏതാണ്? ഗ്രീക്ക് ആണ്, മറ്റൊന്ന് ഇന്ത്യയിലെ തന്നെ ബുദ്ധമതം, അല്ലെ? അപ്പൊ നമ്മൾ 7th ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ നമുക്ക് വരുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻ either ഫ്രം മൊഡ്യൂൾ 6 or 6B അങ്ങനെ വരാറുണ്ട്. ഒന്നെങ്കിൽ 6A കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, അത് പഠിച്ചാൽ ആ യൂണിറ്റിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതാം. അല്ലെങ്കിൽ ഓപ്ഷണൽ ആയിട്ടുള്ള മറ്റൊരു മൊഡ്യൂൾ ഉണ്ട് 6th B. ആ 6th Bയിലെ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ആ ചാപ്റ്റേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാം. അപ്പൊ അതിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മാൻസബ് സിസ്റ്റം. ഓക്കെ, മാൻസബ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന ഒരു എന്താ പറയാ ചോദ്യം. അത് നിരവധി ഇങ്ങനെ റിപ്പീറ്റ് വരാറുണ്ട്. അപ്പൊ മാൻസബ് എന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ ഒരാൾ ഓർത്താൽ മതി, അക്ബർ. അക്ബറാണ് ഈ
മാൻസബ്ദാരി സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്നത്? 16-ാം നൂറ്റാണ്ടില് മുഗൾ ചക്രവർത്തി അക്ബർ അവതരിപ്പിച്ച ഒരു ഭരണപരവും സൈനികവുമായ റാങ്കിംഗ് സമ്പ്രദായമായിരുന്നു മാൻസബ്ദാരി സമ്പ്രദായം. മുഗൾ പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെയും അടിത്തറ പാകിയത് ഈ സമ്പ്രദായമായിരുന്നു. അപ്പൊ അക്ബർ കൊണ്ടുവന്ന ഒരു റാങ്കിംഗ് സിസ്റ്റം ആയിരുന്നു. ഈ മാൻസബ്ദാരി സിസ്റ്റത്തിൽ 2 പ്രധാനപ്പെട്ട റാങ്കുകളുണ്ട്, സത് ആൻഡ് സവർ. ഇത് 2 പ്രധാനപ്പെട്ട റാങ്കുകളാണ്. ഈ ഒരു മാൻസബ്ദാരി സിസ്റ്റത്തിൽ വരുന്ന 2 മെയിൻ റാങ്കുകളാണ്. സത്ത് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ റാങ്ക്. സത്ത് എന്ന് പറയുന്നത് മാൻസബ്ദാരി അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലുള്ള 2 റാങ്കുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഒരു മാൻസബ്ദാറിന് കിട്ടുന്ന സാലറി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസിന് അനുസരിച്ചിട്ടാണ് സത്ത് എന്ന റാങ്ക് സ്വതവേ ഡിറ്റർമൈൻ ചെയ്യാറുള്ളത്, നിർണ്ണയിക്കാറുള്ളത്. 2ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് സവർ ആണ്. ദിസ് ഇൻഡിക്കേറ്റഡ് ദ മാൻസബ്ദാർസ് cavalry rank and specified the number of cavalry men they were required to maintain. ഈ ഒരു റാങ്കിലേക്ക് ഒരു മാൻസബ്ദാർ എത്തിച്ചേരണമെന്നാണെങ്കിൽ, സവർ എന്ന റാങ്കിലേക്ക് എത്തിച്ചേരണമെന്നാണെങ്കിൽ, ഇത് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ കീഴിലുള്ള കവാൽറി അല്ലെ, എത്രത്തോളം കുതിരപ്പടയുണ്ട്, ഇത് മാൻസബ്ദാറിന്റെ കുതിരപ്പടയുടെ റാങ്ക് സൂചിപ്പിക്കുകയും ഓരോ മാൻസബ്ദാറും പ്രധാനമായിട്ടും നിലനിർത്തേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം വ്യക്തമാക്കുകയും ചെയ്യുന്ന റാങ്കാണ് സവർ. സവർ റാങ്ക് സാധാരണയായി സത് റാങ്കിന് തുല്യമോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരുന്നു. സത്ത് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റാങ്ക്. പക്ഷെ സവർ എന്ന് പറയുന്നത് എന്താണ്? അതിനേക്കാളും കുറച്ച് താഴെ അല്ലെങ്കിൽ തുല്യമോ ആയിരുന്നു. അപ്പോ ഈ ഒരു മാൻസബ്ദാരി സിസ്റ്റത്തെ കുറിച്ച് ചോദ്യങ്ങൾ സ്വതവേ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, വൈ ഡിഡ് അലാവുദ്ദീൻ ഖൽജി അഡോപ്റ്റഡ് ദ പോളിസി ഓഫ് മാർക്കറ്റ് കൺട്രോൾ? എന്തുകൊണ്ടാണ് അലാവുദ്ദീൻ ഖൽജി മാർക്കറ്റ് കൺട്രോൾ അല്ലെങ്കിൽ കമ്പോള നിയന്ത്രണം എന്ന പോളിസി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയൊരു ചോദ്യം വരാറുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കിയാലോ? നോക്കാം. അലാവുദ്ദീൻ ഖൽജിയാണ് മാർക്കറ്റ് കൺട്രോൾ അല്ലെങ്കിൽ കമ്പോള പരിഷ്കരണം എന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. സുൽത്താനേറ്റ് ഖൽജി രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവായ അലാവുദ്ദീൻ ഖൽജിയാണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതെന്ന് ആദ്യം തന്നെ പഠിക്കുക. അതാണ് മിസ് ഇവിടെ പറഞ്ഞത്. ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തില് ചില റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണങ്ങളൊക്കെ, വില നിയന്ത്രണങ്ങൾ, സാധനങ്ങൾക്ക് ചില വില നിയന്ത്രണങ്ങൾ ഇദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി? ഇമ്പോസ് ചെയ്യുകയുണ്ടായി. ഏകദേശം 14-ാം നൂറ്റാണ്ടിലാണ് അത് അദ്ദേഹം നടത്തിയത്. He set prices for variety of commodities including the cereals, fabrics, slaves and animals. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾക്ക്, സ്ലേവ്സിന്, അടിമകൾക്ക്, ധാന്യങ്ങൾക്കൊക്കെ അദ്ദേഹം പണം അല്ലെങ്കിൽ പ്രൈസ്, വില എന്ത് ചെയ്യുകയുണ്ടായി? നിർണയിക്കുകയുണ്ടായി, ഡിറ്റർമൈൻ ചെയ്തു. അപ്പൊ ആ വിലയിൽ മാത്രമേ സാധനങ്ങൾ വ്യാപാരികൾ വിൽക്കാൻ പാടുള്ളൂ. അതിന് കൂടുതൽ വിലയ്ക്കോ കുറവ് വിലയ്ക്കോ ആരും വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോ അന്ന് സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈ ബ്ലാക്ക് മാർക്കറ്റ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ സൈന്യത്തിലുള്ള ആളുകൾക്ക്, അതായത് സൈനികർക്ക് സാലറി കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ, മാസശമ്പളം. പക്ഷേ മാസശമ്പളം അത് പതിവിൽ അവർക്ക് എത്രയാണോ കൊടുത്തോണ്ടിരിക്കുന്നത് ആ മാസശമ്പളം എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ സാധനങ്ങളുടെ വില കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന പണത്തിൽ നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ അലാവുദ്ദീൻ ഖൽജിയുടെ സൈന്യത്തിലുള്ള ഒരു പവർഫുൾ ലേഡി ആണെങ്കിൽ എനിക്ക് മാസം ഇത്ര ശമ്പളം കിട്ടുന്നുള്ളൂ. പക്ഷെ സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഞാൻ ശമ്പളം കൂടണമെന്ന് ആഗ്രഹിക്കും അല്ലെ. അപ്പൊ അലാവുദ്ദീൻ ചെയ്ത കാര്യം എന്താ? പവർഫുൾ ആയിട്ടുള്ള സൈനികർ വേണം, പക്ഷെ അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാനും പറ്റില്ല. സോ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്ത ഒരു കാര്യമാണ്
സൈനികർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നൊന്നുമില്ല, പക്ഷേ നമ്മുടെ നിരന്തരം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില അത് അദ്ദേഹം ഡിറ്റർമൈൻ ചെയ്തു. ഇത്ര വിലയ്ക്ക് വിറ്റാൽ മതി എന്ന വ്യാപാരികളിൽ ഒരു ശക്തമായിട്ടുള്ള ഓർഡർ കൊണ്ടുവന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖൽജി 14-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്റെ രാജ്യത്ത് വില നിയന്ത്രണങ്ങളും മറ്റു പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, അടിമകൾ, മൃഗങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധ വസ്തുക്കൾക്ക് അദ്ദേഹം വില നിശ്ചയിച്ചിരുന്നു. പൂഴ്ത്തിവയ്പും പ്രതിഫലവും അദ്ദേഹം നിരോധിച്ചു. നിയമങ്ങൾ നടപ്പിലാക്കാൻ സൂപ്പർവൈസർമാരെയും ചാരന്മാരെയും അദ്ദേഹം എന്ത് ചെയ്യുകയുണ്ടായി? നിയമിക്കുകയുണ്ടായി. ഇത് ലംഘിക്കുന്നവരെ കഠിനമായിട്ട് അദ്ദേഹം ശിക്ഷിച്ചിരുന്നു. അലാവുദ്ദീന്റെ കൊട്ടാരം ഉദ്യോഗസ്ഥനായ അമീർ ഖുസ്രു, തബലയൊക്കെ കണ്ടുപിടിച്ച അല്ലെ, അമീർ ഖുസ്രു പറയുന്നതിനനുസരിച്ച് പൊതുജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുക എന്നതായിരുന്നു അലാവുദ്ദീന്റെ ലക്ഷ്യം. അപ്പൊ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിരന്തരമായിട്ട് വരുന്ന ഒരു ഭാഗം അലാവുദ്ദീൻ ഖൽജിയിൽ നിന്നാണ്. ഇതിനു പുറമെ നിങ്ങൾക്ക് ഡൽഹി സുൽത്താനേറ്റിന്റെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കാം. ആ കാലഘട്ടത്തിൽ നിലവിൽ നിന്നിരുന്ന പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച്. ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അല്ലെ, ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജകുമാരനായിട്ടാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നതെങ്കിലും അദ്ദേഹം ഒരു വളരെ എന്താ പറയാ ഇറാഷണൽ ആയിട്ടുള്ള ചിന്തയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പല പല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഒരു രാജാവും ഭരണകാലഘട്ടത്തില് എന്താ പറയാ നടപ്പിലാക്കാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ട്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ചോദിക്കാം. ഇനിയിപ്പോ കുത്തബ് മീനാർ ഉണ്ടാക്കിയത് ആരാണെന്ന്, അത് കംപ്ലീറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്ന് വരാറുണ്ട്. പിന്നെ മിസ് ഇവിടെ 9ാമത്തെ ചോദ്യം എടുത്തിരിക്കുന്നത് ഓപ്ഷൻ മൊഡ്യൂൾ ആയിട്ടുള്ള 6th ബിയിൽ നിന്നാണ്. ചോദ്യം ഇതാണ്: എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഹൗ കൾച്ചർ ഈസ് ഷേപ്ഡ് ത്രൂ എ പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ. പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ, അതായത് നമ്മുടെ ഈ ഒരു ഇന്ററാക്ഷനിലൂടെ എങ്ങനെയാണ് കൾച്ചർ രൂപപ്പെടുന്നത്. കാരണം ഈ ഒരു കൾച്ചറിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം വരുന്നതാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. മിസ് ഒരു എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ഹൗ കൾച്ചർ ഈസ് ഷേപ്ഡ് ത്രൂ എ പ്രോസസ് ഓഫ് ഇന്ററാക്ഷൻ. അപ്പൊ നമുക്കറിയാം, ജനനം മുതൽ നമ്മൾ പ്രാഥമിക ഏജന്റുമാരായും, അതായത് കുടുംബത്തിൽ നിന്നും, പിന്നീട് നമ്മുടെ സ്കൂള്, സമപ്രായക്കാര്, മാധ്യമങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇടപഴകുന്നതിലൂടെയാണ് നമ്മളിലെ സംസ്കാരം കൂടുതലായിട്ട് ഉയർന്നു വരുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് നമ്മളുടെ ലൈഫിലുള്ള മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പഠിക്കുകയും നിരീക്ഷിക്കുകയും ആന്തരികമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രക്രിയയാണ് സാമൂഹികവൽക്കരണം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു കുട്ടി ഭാഷ, മേശയിലെ പെരുമാറ്റം, മുതിർന്നവരോടുള്ള ബഹുമാനം എന്നിവ പൂർണ്ണമായും ഇടപെടലിലൂടെയാണ് പഠിക്കുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാ? ഇടപെടലിലൂടെയാണ്. പരസ്പരം ഇന്ററാക്ട് ചെയ്തിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ ജനനം മുതൽ നമ്മൾ കുടുംബത്തിൽ നിന്നും, നമ്മുടെ സ്കൂളുകളിൽ നിന്നും, സമപ്രായക്കാരിൽ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ ഷെയർഡ് മീനിങ് ആൻഡ് സിംബൽസിലൂടെ കൾച്ചർ ഷേപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ പങ്കുവെക്കുന്ന പല സിംബൽസ്, പ്രതീകാത്മകമായിട്ടുള്ള ഫാക്ടേഴ്സിലൂടെ കൾച്ചർ എന്ത് ചെയ്യാറുണ്ട്? ഷേപ്പ് ചെയ്യപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സംസ്കാരം പ്രധാനമായും ചിഹ്നങ്ങളെ, ഭാഷ, ആംഗ്യങ്ങൾ, ആചാരങ്ങൾ, വസ്തുക്കൾ എന്നിവയാണ് ആശ്രയിക്കുന്നത്. അവയുടെ അർത്ഥങ്ങൾ സ്ഥിരമല്ല, മറിച്ച് സൃഷ്ടിക്കപ്പെടുകയും ആവർത്തിച്ചിട്ടുള്ള സാമൂഹിക ഇടപെടലിലൂടെ നിരന്തരം പുനർചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഒരു സാംസ്കാരിക മാനദണ്ഡമായി മാറുന്നത് ഒരു കൂട്ടം ആളുകൾ പലപ്പോഴും എന്താണ്, ഇപ്പൊ നമ്മൾ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമസ്തേ പറയാറുണ്ട്, ഷേക്ക് ഹാൻഡ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഓരോ കൾച്ചറാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ നമുക്ക് സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ സാമൂഹിക നവീകരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ
സുഖസുന്ദരമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരുപാട് ആളുകളെ കുറിച്ചിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, നമ്മുടെ എന്താണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ, വിവേകാനന്ദൻ. അപ്പൊ ഇവിടെ ഒരു ചോദ്യം നമ്മൾ നിരന്തരം ഈ ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കി വെക്കേണ്ട ഒരു ഭാഗങ്ങളിൽ ഒന്നാണ് രാജാറാം മോഹൻ റോയിയെ കുറിച്ച്. So, describe some of the important issues raised by Rajaram Mohan Roy. Rajaram Mohan Roy ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ സതി നിർത്തലാക്കിയ ആളാണെന്ന് നിങ്ങൾക്ക് അറിയാം. വിധവ പുനർവിവാഹത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നെങ്കിലും ഇദ്ദേഹവും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്രഹ്മസമാജം എന്ന് പറയുന്ന ഒരു സാമൂഹിക നവീകരണ പ്രസ്ഥാനം രാജാറാം മോഹൻ റോയ് സ്ഥാപിക്കുകയുണ്ടായി ബംഗാളിൽ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ Rajaram Mohan Roy often called the father of the Indian Renaissance. One word ചോദ്യം വരാൻ സാധിക്കും അല്ലെ? എങ്ങനെ? Who is known as father of Indian Renaissance? So the question answer Rajaram Mohan Roy. He raised and campaigned vigorously a wide range of significant social, religious, educational, economic and political issues in the 19th century. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ ഇദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിച്ചു. സതി ആര് നിർത്തലാക്കി? രാജാറാം മോഹൻ റോയ് നിർത്തലാക്കിയിട്ടുണ്ട്. ദിസ് വാസ് ഹിസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ക്രൂസേഡ് അല്ലെ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു സതി ഇദ്ദേഹം എന്ത് ചെയ്തു? നിർത്തലാക്കുകയുണ്ടായി 1829. അപ്പൊ ആ ഇയറും കൂടെ പഠിച്ചു വെച്ചോളൂ. ഒരു എസ് ഒക്കെ എഴുതുമ്പോൾ ആ എസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല ആ ഇയറും ഇങ്ങനെയുള്ള കാര്യങ്ങള്. 1829 ഇന്ത്യയിൽ സതി നിർത്തലാക്കിയത്. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും രാജാറാം മോഹൻ റോയ് പ്രവർത്തിക്കുകയുണ്ടായി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയിട്ടും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചു. ശൈശവ വിവാഹത്തിനെതിരെ പെൺകുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം ചെയ്യുന്നതിനെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു. ബഹുഭാര്യാത്വത്തിനെതിരെ പ്രവർത്തിച്ചു. വിധവകളുടെ മോശം അവസ്ഥയെ ഒന്നുകൂടെ എന്താക്കാൻ വേണ്ടിയിട്ടാണ് ആ അവസ്ഥയിൽ നിന്ന് മാറ്റി വിധവകളെ ഒരു സ്വതന്ത്രരാക്കി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. സോ വിധവ പുനർവിവാഹത്തെ അദ്ദേഹം പിന്തുണച്ചു. സ്ത്രീകൾക്ക് അനന്തരാവകാശം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപ്പോ ഇങ്ങനെയൊക്കെ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ? അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും നോക്കിക്കോ. പ്രത്യേകിച്ച് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഹരപ്പൻ സിവിലൈസേഷൻ പോലെ തന്നെ, മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തെ പോലെ തന്നെ, വേദിക് പീരിയഡ് പോലെ തന്നെ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പല പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ഡു സ്റ്റഡി വെൽ. മിസ്സിന് അതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇങ്ങനെ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് സെഷൻസ് കൊണ്ടുവരുന്നുണ്ട്, ലൈവ് സെഷൻസ്. അത് തന്നെ യൂട്യൂബ്, സൂം ലൈവ് സെഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക, ഇതൊക്കെ ഫോളോ ചെയ്യുക. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഡു സപ്പോർട്ട് ആസ് ഓൾസോ ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. ഓക്കെ, സോ മിസ്സിന് ഇനി പറയാനുള്ളത് ഒരു വലിയ താങ്ക് യു. അതിനോടൊപ്പം തന്നെ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് എക്സാം. ഇനി നമുക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാരത്തോൺ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ആവാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കുക. ബിക്കോസ് NIOSന്റെ പരീക്ഷ വളരെ നല്ല രീതിയിൽ എഴുതി പാസ് ആവണം എന്നാണ് നമ്മുടെ ലക്ഷ്യം. കറക്റ്റ്? So yes, once again this is your Sudharma Miss, and yes, now we are ending here, and all the best for your examination. Take care.